എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാൻ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കുഞ്ഞല്ല, ഒരു വലിയ വീഡിയോ തന്നെയാണ്. ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോവാം. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ വേറെ 2 പേരുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ 6 മണിയുടെ ബസ്സിലാണ് കേട്ടോ പോണത്. എങ്ങോട്ടെന്നല്ലേ വഴിയെ പറഞ്ഞുതരാം. അങ്ങനെ എന്റെ സേട്ടായി വന്നു. ഞാൻ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരാൾ ഇതാണേ. രണ്ടാമത്തെ ആൾ അതിൽ തന്നെ ഉണ്ട് കേട്ടോ. ക്യാമറയ്ക്ക് ഫേസ് ചെയ്യാൻ മടിയായിട്ട് കയറി നേരത്തേയിരുന്നു. രണ്ടാമത്തെ ആൾ വേറെ ആരുമല്ല, എന്റെ അനിയനാണ് കേട്ടോ. ആൾക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. പിന്നെ ഓക്കെ ആയി. പക്ഷെ ആദ്യത്തെ ഒരു ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ അതാണ് ഈ കാണുന്നത്. ഈ ഒരു പ്ലേസ് കണ്ടപ്പോ നമ്മുടെ കോഴിക്കോട്ടുകാർക്ക് ഏകദേശം സ്ഥലം പിടി കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോണത്. അയ്യോ ഒന്നും പറയണ്ട, നമ്മുടെ കാർ വെക്കാൻ ഒരു തുള്ളി സ്ഥലം ബാക്കിയില്ല കേട്ടോ. അവസാനം ഞങ്ങൾ പാളയം മാർക്കറ്റിൽ പോയിട്ടാണ് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തത്. കാറ് ഞങ്ങൾ പാളയം മാർക്കറ്റിൽ വെച്ച് ഞങ്ങൾ നേരെ നടന്നു കേട്ടോ. ഇത് കണ്ടോ, എന്റെ ഇടവും വലവുമായിട്ട് എന്റെ ബോഡി കാർഡ് എന്ന രീതിയിൽ എന്റെ 2 കൺമണികൾ. പിന്നെ ഞങ്ങൾ നേരെ പോയി ടിക്കറ്റ് എടുത്തു കേട്ടോ. ടിക്കറ്റ് എടുത്ത് വരുമ്പോഴേക്ക് ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നേ. ഇത് കണ്ണൂർ വരെയുള്ള ട്രെയിൻ ആയതുകൊണ്ട് അധികം ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റും കിട്ടി. കണ്ണൂർ എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഞങ്ങൾ പറശ്ശിനിക്കടവ് പോവാണ് കേട്ടോ. കുറെ കാലത്തിന് ശേഷമാണ് കേട്ടോ ട്രെയിനിൽ കയറി. അതുകൊണ്ട് 2 റീലൊക്കെ എടുക്കാന്ന് വിചാരിച്ച് 2 റീലൊക്കെ എടുത്തു. അപ്പോഴേക്കും ഞങ്ങൾ കണ്ണൂർ എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നേ. ബസ്സിൽ കയറിയപ്പോഴോ നല്ല തിരക്ക്. അതുകൊണ്ട് ഞങ്ങൾ പറശ്ശിനിക്കടവ് വരെ നിന്നാണ് കേട്ടോ പോയത്. ഫൈനലി ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ സ്വീകരിക്കാനായിട്ട് മുത്തപ്പന്റെ കാവൽക്കാരുണ്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ നടക്കാനുണ്ടേ. നടന്ന് നേരെ എത്തുന്നത് അവിടുത്തെ മാർക്കറ്റിലേക്കാണ്. പോകുന്ന വഴിയുടെ ഇരുവശത്തായിട്ട് ഒത്തിരി കടകളുണ്ട് കേട്ടോ. ഞാൻ എങ്ങോട്ടാ നോക്കണ്ടെന്നുള്ള അവസ്ഥയാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്പലത്തിൽ കയറുന്നതിന് മുന്നേയായിട്ട് ഞങ്ങൾ പോയി കാലൊക്കെ കഴുകി കേട്ടോ. ഞാനിവിടെ വരുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. എന്റെ അനിയന് ആക്സിഡന്റ് പറ്റിയ സമയത്ത് ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു അവനെ ഇവിടെ കൊണ്ടുവരുന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗം കൂടിയാണ് കേട്ടോ ഈ ഒരു വരവ്. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോഴേക്കും തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. 1-2 ഫോട്ടോസ് എടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും എന്റെ അതിനെ കാണാനില്ല. നോക്കിയപ്പോഴോ അവൻ അവിടുത്തെ ഫോട്ടോഗ്രാഫർ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 1-2 ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഒരു കാഴ്ച കണ്ടേ. മുത്തപ്പൻകാവിൽ ആദ്യമായിട്ടൊരു കല്യാണം. ഇത് ആദ്യമായിട്ടാണോന്ന് അറിയില്ല, ഞാൻ ഇതുവരെ കേട്ടിട്ടൊന്നുമില്ല, അതേപോലെ കണ്ടിട്ടുമില്ല. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. മുത്തപ്പൻകാവിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങാതെ വരുന്ന മോശമൊക്കെ അല്ലേ. അതുകൊണ്ട് ഞാൻ ചന്തുവിനെ കൊണ്ട് ഈ ഒരു പാവേനെ അങ്ങ് വാങ്ങിച്ചു. അത് ഞാൻ നേരത്തെ നോട്ടിട്ട് വെച്ചതായിരുന്നു. ഞങ്ങൾക്ക് തിരിച്ചുള്ള ട്രെയിൻ 3 മണിക്കായിരുന്നു. അതുകൊണ്ട് കുറെ ടൈം ബാക്കിയുള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു സ്നേക് പാർക്കിലും കൂടെ പോവാന്ന്. അകത്ത് കയറിയപ്പോ കുറെ ജീവികളെ കണ്ടു കേട്ടോ. ഒരു കുഞ്ഞു സൂന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഗൂഗിൾ മാപ്പ് അങ്ങോട്ട് കൊണ്ടുപോയി. ഞങ്ങൾ തിരിച്ചത് അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഇത് കണ്ണൂർ നടക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഞങ്ങളുടെ യാത്ര നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇനി അടുത്ത വ്ലോഗായിട്ട് വരുന്നവരെ ടാടാ.